40 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ചെറുതുരുത്തി, ചേലക്കര, പഴയന്നൂർ, ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ. ഇന്ത്യയിലെ തന്നെ പ്രമുഖ സിമന്റ് ബ്രാൻഡുകളായ ACC, അൾട്രാടെക്, ഡാൽമിയ, ഭാരതി, ചെട്ടിനാട്, മലബാർ തുടങ്ങിയ ബ്രാൻഡുകളുടെ ഓതറൈസ്ഡ് ഡീലർ. ടാറ്റ ടിസ്കോൺ, കൈരളി, കളിയത്ത്, ശ്യാം സ്റ്റീൽ, അഗ്നി, വൈശാഖ്, പ്രിൻസ് തുടങ്ങി TMT ബ്രാൻഡുകളുടെ ഡീലർ. GIGP ബ്രാൻഡുകളായ ടാറ്റ സ്ട്രക്ചറ, അപ്പോളോ, ജെയിൻ ട്യൂബ്സ്, റൂഫിംഗ് ഷീറ്റ് ബ്രാൻഡുകളായ ടാറ്റ, JSW, ഏഷ്യൻ തുടങ്ങിയവയും. റെനോകോൺ AAC ബ്ലോക്കുകൾ, ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ്, സ്ട്രക്ചറൽ മെറ്റീരിയൽസ്, I-beam, C-channel, ആംഗിൾ, ഫ്ലാറ്റ് തുടങ്ങിയവയും ലഭിക്കുന്ന തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കോൺടാക്ട് 9447-175-304. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ച് വൻ ലാഭം വാഗ്ദാനം ചെയ്ത് കുളപ്പള്ളി സ്വദേശിയുടെ 11 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. ചെർപ്പളശ്ശേരി കാറൽമണ്ണ സ്വദേശിയായ 20 വയസ്സുള്ള മുഹമ്മദ് അഫ്സലിനെയാണ് ഷൊർണൂർ പോലീസ് പിടികൂടിയത്. ഫേസ്ബുക്ക് വഴി തുടങ്ങിയ സൗഹൃദമാണ് ഒടുവിൽ വൻ തുകയുടെ ചതിക്കുഴിയിൽ കലാശിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് കുളപ്പള്ളി സ്വദേശിയായ ഉജേഷിന് തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ നിന്ന് പണം നഷ്ടപ്പെട്ടത്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട സംഘം ഷെയർ മാർക്കറ്റിലൂടെ കൂടുതൽ വരുമാനം വാഗ്ദാനം ചെയ്ത് വിശ്വസിപ്പിക്കുകയായിരുന്നു. എന്നാൽ വിവിധ ഘട്ടങ്ങളിലായി 11 ലക്ഷം രൂപ നൽകിയ ഉജേഷിന് പിന്നീട് സംഘത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. മറുപടി ലഭിക്കാതായതോടെയാണ് ഇദ്ദേഹം പോലീസിൽ പരാതി നൽകിയത്. ഉജേഷ് പണം അയച്ച ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ഇൻസ്പെക്ടർ V. രവികുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്ത്രീയ അന്വേഷണമാണ് മുഹമ്മദ് അഫ്സലിലേക്ക് എത്തിയത്. ബിരുദ വിദ്യാർത്ഥിയായ അഫ്സലിന്റെ അക്കൗണ്ടിലേക്ക് കുളപ്പള്ളി സ്വദേശിയുടെ പണം എത്തിയതായി പോലീസ് കണ്ടെത്തി. ഇതുകൂടാതെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും സമാനമായ രീതിയിൽ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വന്നിട്ടുള്ളതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇൻസ്പെക്ടർ V. രവികുമാർ, ASI രവി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ R. സജീഷ്, സിവിൽ പോലീസ് ഓഫീസർ സുജി ശേഖർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഓൺലൈൻ വഴിയുള്ള ഇത്തരം നിക്ഷേപ വാഗ്ദാനങ്ങളിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി.